ാണ്. ഡോക്ടർ മേരി ജോർജ് മാഡത്തിലേക്ക് പോകട്ടെ. ഈ സാധാരണ നമ്മൾ സാമ്പത്തിക വിദഗ്ധരെല്ലാം ബഡ്ജറ്റിനകത്ത് നമുക്ക് അതിനൊരു കണക്കായിട്ട് പലപ്പോഴും കാണും. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല അതിനകത്തുണ്ടാകാറ്, അതൊരു കണക്കാണ്. ഒരു വശത്ത് വരുമാനമുണ്ട്, ഒരു വശത്ത് ചെലവുണ്ട്. ഇതിനകത്ത് രണ്ടിനകത്തും റവന്യൂ സൈഡുണ്ട്, നമുക്ക് ക്യാപിറ്റൽ സൈഡുമുണ്ട്. സാധാരണ നമ്മൾ ഈ ഒരു ബാലൻസിങ് എക്സർസൈസ് എന്ന് പറയുന്നതിനകത്ത് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിനകത്ത് വലിയൊരു പ്രാധാന്യവുമുണ്ട്. നിർമ്മല സീതാരാമൻ മാഡത്തിൻ്റെ പ്രസംഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ വർഷം ഫിസ്ക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ചെയ്തിരുന്നത് 2024-25 വർഷത്തിൽ 4.9% ആയിരുന്നു. അതിനേക്കാൾ കുറഞ്ഞു അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആയപ്പോഴത്തേക്കും. ആ കൺസോളിഡേഷൻ തുടർന്നുകൊണ്ട് വരികയാണ്. 2025-26 ആകുമ്പോഴത്തേക്കും അതായത് 4.5 ആയിട്ട് നമ്മൾ കുറയ്ക്കുന്നു. ഒരു വശത്ത് നമ്മൾ ടാക്സിനകത്ത് ഒത്തിരി ഇൻകം ഫോർഗോ ചെയ്യുന്നുണ്ട്, റിലാക്സേഷൻ കൊടുത്തുകൊണ്ട്. ഇമ്പോർട്ടിനകത്ത് ചില റിലാക്സേഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4.5 എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആണോ? ഷൈജുമോൻ സാറ് പറയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് അത്രയും കടുംപിടുത്തം പിടിക്കേണ്ടായിരുന്നല്ലോ, ശകലം കൂടി ഒരു എക്സ്പാൻഷനറി പോളിസിയിലേക്ക് പോയിക്കൂടെ? ഈ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ടാർഗറ്റിങ്ങിനെ എങ്ങനെ കാണുന്നു? അതായത് നിർമ്മല സീതാരാമന് വളരെ കൃത്യമായ ടാർഗറ്റിംഗ് ഉണ്ട്. ഇതിനെ ഇവരുടെ അവസാന ബജറ്റ്, ഈ മൂന്നാം ഗവൺമെൻറ്റിൻ്റെ അവസാന ബജറ്റ് ആകുമ്പോഴേക്കും 3% എത്തിക്കുക. FRBM ആക്ട് അനുസരിച്ച് ഫിസ്ക്കൽ ഡെഫിസിറ്റ് GDPയുടെ 3% ആക്കി നിലനിർത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് 9% ഒക്കെ ആയിപ്പോയി, കയറിപ്പോയ അവസരങ്ങളുണ്ട്. കുറച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞതിനേക്കാൾ ഇത്തിരിയും കൂടെ കുറവുണ്ട്. 4.4% ആണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ബജറ്റ് ഡോക്യുമെൻറ്റിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4.5% ഇല്ല, 4.4%ലേക്ക് കൊണ്ടുവന്നു. അതങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ഇവരുടെ ഈ തേർഡ് ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് ബജറ്റ് ആകുമ്പോഴത്തേക്കും 3 എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അത് നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വിലയും കൂടി നാം ഓർക്കണം. അതും നിർമ്മല സീതാരാമൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കാം. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഈ കഴിഞ്ഞ വർഷം, ഈ 2024-25 വർഷത്തിലെ ക്യാപെക്സിൽ വലിയ ഇടിവുണ്ടായതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഇടിവുണ്ടാകാൻ കാരണം തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് എങ്കിൽ പോലും ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരുവാനുള്ള ആ ശ്രമത്തിനിടെയാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയാൻ ഇടവന്നത്. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ കുറയ്ക്കേണ്ടത്, അതോ ഫിസ്ക്കൽ ഡെഫിസിറ്റിലെ കുറവ് കൊണ്ടുവന്ന് 3ലേക്ക് എത്തിക്കുകയാണോ വേണ്ടത് എന്ന ഒരു ഇഷ്യൂ അവിടെ ഉദിക്കുന്നുണ്ട്. പക്ഷേ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുമ്പോഴും പലരും ക്രിട്ടിസൈസ് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ് വളരെ ഹൈ ആയിട്ടുള്ള നിലയിലാണ്. ഡെറ്റ് ഈ പോക്ക്, കേന്ദ്ര ഗവൺമെൻറ് ഡെറ്റിൻ്റെ പോക്ക് തന്നെ അപകടകരമായ രീതിയിലാണ് എന്ന് വിമർശിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഉത്തരം എന്ന രീതിയിലും അതുപോലെ തന്നെ ആണ് ഇത് ഈ കുറവ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്നു. ഞങ്ങൾ അതിൽ ശ്രദ്ധയോടുകൂടിയാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന ഒരു സൂചന കൊടുക്കാനാകാം ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വർധനവ് വരുത്തും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നത് പബ്ലിക് സെക്ടറിൽ വന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അത് എല്ലാ വർഷവും ഒരു വലിയ നിലയിൽ 16% എന്ന രീതിയിൽ ഓരോ വർഷവും 2021-22 മുതലുള്ള വർഷങ്ങളിൽ നടന്നു. ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് അത് കുറഞ്ഞു പോയത്. അത് കുറഞ്ഞു പോകുന്നതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ജൂലൈയിലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്, 2024-25 പൂർണ്ണ ബജറ്റ് കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിനിടയ്ക്ക് ആയതുകൊണ്ടാകാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞു പോയത്. ഈ വർഷം പക്ഷേ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ കുറവുണ്ടാകില്ല, അത് അതുപോലെ തന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നിർമ്മല സീതാരാമൻ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു ഉദ്ദേശം, അതായത് ഇപ്പോൾ ഈ കൊല്ലത്തെ ബജറ്റിൻ്റെ സൈസ് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ അത് ഡിസ്കസ് 65,000 കോടി 65,345 കോടി എന്ന് നമുക്ക് പറയാം. അതായത് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് സൈസിനേക്കാൾ 7.3% ഹൈ ആണ് ഈ പ്രാവശ്യത്തെ ബജറ്റ് സൈസ്. പക്ഷേ നമ്മൾ ഈ പല എക്സ്പെൻഡിച്ചറിലേക്കും പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഹെൽത്ത് സെക്ടർ തന്നെ എടുക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഈ BJP ഗവൺമെൻറ്റിൻ്റെ തന്നെ ഹെൽത്ത് പോളിസിയാണ് 2017 കൊണ്ടുവന്ന ദേശീയ ഹെൽത്ത് പോളിസി, നാഷണൽ ഹെൽത്ത് പോളിസി. ഇൻ ദാറ്റ് നാഷണൽ ഹെൽത്ത് പോളിസിയിൽ പറഞ്ഞിരിക്കുന്നത് 2020 ആകുമ്പോഴേക്കും GDPയുടെ 2% ഹെൽത്തിൽ നിക്ഷേപിക്കണം എന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അലൊക്കേഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്തിന് കൊടുത്തിരിക്കുന്ന അലൊക്കേഷൻ എന്ന് പറയുന്നത് 98,311 കോടിയാണ്.
അത് GDP-യുടെ നമ്മൾ മുൻപിൽ സൂചിപ്പിച്ച ആ GDP-യുടെ 0.27 മാത്രമേ ഉള്ളൂ. അത് വളരെ അത് തന്നെയല്ല, കഴിഞ്ഞ ബജറ്റിലും അത് 0.27 ആയിരുന്നു. കഴിഞ്ഞ ബജറ്റിൽ ഹെൽത്തിന് മാറ്റി വെച്ചിരുന്നത് 0.27 മാത്രമായിരുന്നു. അപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, ആരോഗ്യമുള്ള ഒരു ഇന്ത്യ, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൽ ഒന്നാമത്തേതാണ് ആരോഗ്യമുള്ള ഇന്ത്യ എന്ന് പറയുന്നത്, രണ്ടാമത്താണ് പട്ടിണി ഇല്ലാത്ത ഇന്ത്യ. ഇനി ഈ പട്ടിണി ഇല്ലാത്ത ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? കാർഷിക മേഖല നമ്മുടെ 48%-ലധികം 48.8% ജനങ്ങൾ ജീവനോപാധി കണ്ടെത്തുന്ന, തൊഴിൽ കണ്ടെത്തുന്ന മേഖലയാണ് കാർഷിക മേഖല എന്ന് പറയുന്നത്. ആ കാർഷിക മേഖലയ്ക്ക് വേണ്ടി എത്രയാണ് മാറ്റിവെച്ചിരിക്കുന്നത്? ഈ ബജറ്റിൽ 1,71,437 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 21% ആണ്, 21.7% ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ 21.7% ആണ്. അത് ബജറ്റിൻ്റെ ശതമാനമായിട്ട് നോക്കിയാൽ 1% താഴെ അതും ഉള്ളൂ. അപ്പോൾ ഓർക്കണം, നമ്മൾ ഭക്ഷ്യ സുരക്ഷയിലേക്ക് പോകണം. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഇൻ ദ വേൾഡാണ്. 145 കോടിയിൽ അധികം വരുന്ന പോപ്പുലേഷനുണ്ട്. ആ പോപ്പുലേഷൻ്റെ ഭക്ഷ്യസുരക്ഷ, നമ്മൾ ഭക്ഷ്യസുരക്ഷയിലേക്കുള്ള യാത്രയിൽ പിന്നെ കാർഷിക ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിന് മുൻപ് ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഭക്ഷ്യസുരക്ഷ മാത്രമല്ല, നമ്മൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. ബസുമതി റൈസ് പോലെയുള്ള വെറൈറ്റിയും സാധാരണ വെറൈറ്റിയും ഒക്കെ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്ര കുറച്ച് 148.8% ജനം കാർഷിക മേഖലയെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി അതിൻ്റെ തന്നെ അവാന്തര വിഭാഗങ്ങൾ നോക്കുക. ഫെർട്ടിലൈസർ, ഈ കാർഷിക ഉൽപാദന പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. വലിയ തോതിൽ വിലക്കയറ്റമുണ്ട് ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സിന്. എന്നിട്ട് പോലും ഫെർട്ടിലൈസേഴ്സിന് എങ്ങനെയാണ് മാറ്റി വെച്ചിരിക്കണേന്ന് നോക്കാം. കഴിഞ്ഞ ബജറ്റിൽ ഫെർട്ടിലൈസേഴ്സിന് 14,700 കോടിയാണ് മാറ്റി വെച്ചിരുന്നത് എങ്കിൽ, അതായത് 7 മാസമായിട്ടുള്ള ബജറ്റ് കഴിഞ്ഞിട്ട് ആ ബജറ്റിൽ 14,700 കോടി മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ ബജറ്റിൽ 12,100 കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന ഊന്നൽ എന്താണ്? അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ശരിക്ക് ഒരു സ്വകാര്യവൽക്കരണ, അതായത് കൂടുതൽ തീവ്ര സ്വകാര്യവൽക്കരണ പാതയിലേക്ക് പോകണം. ഇപ്പം ആഗോള രാഷ്ട്രങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ പ്രത്യേകിച്ച് ട്രംപിൻ്റെ വരവോടുകൂടി വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ. അതായത് ക്രോണി ക്യാപിറ്റലിസത്തിലേക്കാണ് ഈ ലോകം ഇപ്പോഴും യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മളും കൂടുതൽ സ്വകാര്യവൽക്കരണം ശ്രമിക്കുന്നു. അതെ, വ്യക്തമാണ്.